ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സ്കൂളൊക്കെ തുറക്കാറായിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ വെക്കേഷനൊക്കെ കഴിയാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു വരുമാന മാർഗ്ഗമൊക്കെ കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പൗച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാൻവാസാണിത്, കുറച്ച് കട്ടിയുള്ളൊരു ക്യാൻവാസാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ബാലൻസ് ഒക്കെ വന്ന തുണികളുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ചെയ്യാം. പുതിയ ക്ലോത്തിലൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ചുരിദാറോ എന്തെങ്കിലുമൊക്കെ തയ്ച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിങ് പീസ് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ വീതിയും നീളവും നമുക്കൊന്ന് കറക്റ്റ് കിട്ടിയാൽ മതി. ബാക്കി ഇതുപോലത്തെ പീസുകളിൽ നിന്നൊക്കെ നമുക്കെടുത്ത് ചെയ്യാം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു സിബ്ബാണ്. കുറച്ച് നീളമുള്ള സിബ്ബ് എടുക്കുക. രണ്ടറ്റവും നമുക്ക് കുറച്ച് നീട്ടിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതാണ് നീളമുള്ള സിബ്ബ് എടുക്കുന്നത്. ഇനി നമുക്ക് വീതി വേണ്ടത് 9.5 ഇഞ്ചും അതുപോലെ നീളം 11 ഇഞ്ചുമാണ്. നമ്മൾ ആ ഒരു മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ക്യാൻവാസിൽ കട്ട് ചെയ്യാം. ഒരു 11 ഇഞ്ച് നീളവും 9.5 ഇഞ്ച് വീതിയിൽ. അപ്പോൾ എനിക്കിവിടെ വീതി കറക്റ്റ്, ആ പീസിന് വീതി കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വീതി വേറെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. നീളം മാത്രം കറക്റ്റ് 11 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ആ പീസ് എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ബാക്കി ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസിന് ഞാനിവിടെ ലൈനിങ്ങിലാണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനിങ് ഉള്ള ഭാഗം തുണിയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോഴാണ് അത് ആ ഒരു പശ പോലെ അവിടെ പിടിച്ച് നിൽക്കുള്ളൂ. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസ് വെച്ചിട്ട് നമുക്ക് നല്ല ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു അളവിൽ കാർഡ്ബോർഡോ പേപ്പറോ എങ്ങാനും കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അളവ് വെച്ചിട്ട് ആ പീസ് വെച്ചിട്ട് നമുക്ക് എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എളുപ്പമുള്ള ഏതൊക്കെ മാർഗ്ഗമാണെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് ചെയ്യുക. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ആ മെയിൻ ക്ലോത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സ്റ്റിഫ് വേണമെങ്കിൽ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് അതുപോലെ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ആയാലും മതി. ഒക്കെ നമുക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യുക. എല്ലാം അങ്ങനെ ചെയ്യുക. ഇനി നമുക്കിത് എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിലൊരു കാര്യം മറന്നു പോയിട്ടോ. ഞാനിതിന് ഒരു വള്ളി വെക്കാനായിട്ട് പീസൊക്കെ കട്ട് ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വള്ളി വെക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ വള്ളി വെക്കേണ്ട ആ ഒരു സമയം ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്തൊരു വീഡിയോ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ഇതിൻ്റെ ഇടുന്നുണ്ട്, വേറൊരു മോഡൽ ഇടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് 2 കള്ളി വരുന്ന പൗച്ചിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അതിൽ ഞാൻ വള്ളി വെക്കുന്നത് പറഞ്ഞു തരാം കേട്ടോ. ഞാനിത് മറന്നുപോയി. വള്ളി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വള്ളി അതിലേക്ക് ജോയിൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതാണ് പറ്റിയത്. ഇനി നമുക്കിതിനൊന്ന് ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് സിബ്ബ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഒരൊറ്റ ലൈൻ 4 ഭാഗവും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. കറക്റ്റ് തന്നെ വെച്ചിട്ട് ലെവൽ ചെയ്ത് പോയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 4 ഭാഗവും തയ്ച്ച് കഴിഞ്ഞു. ഇനി ബാലൻസ് തുണിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ സിബ്ബ് വെച്ചിട്ട് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപാകതകളുണ്ട്. കറക്റ്റ് എനിക്കതൊരു പൊസിഷൻ വെച്ചിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റാൻഡാണെങ്കിൽ പോലും ഏത് പൊസിഷനിലാണ് അത് കറക്റ്റ് കിട്ടുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയത്തെ വീഡിയോസിൽ അതൊക്കെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് സിബ്ബ് വയ്ക്കാം. അപ്പോൾ സിബ്ബ് നമ്മൾ വയ്ക്കുന്നത് ലെങ്ത്ത് കൂടിയ ഭാഗത്താണ് സിബ്ബ് വയ്ക്കുന്നത്. നമ്മൾ ആ 11 ഇഞ്ച് എടുത്താണ് സിബ്ബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ്ബിൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചു കൊടുക്കുക. തയ്യൽ തുമ്പിട്ട് ആ രീതിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം സിബ്ബിൻ്റെ ആ ഒരു നല്ല ഭാഗം നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് തന്നെ വരുന്ന രീതിയിലും വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കൂടിയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സിബ്ബ് ഫൂട്ടർ വെച്ചിട്ടാണ് അടിക്കുന്നത്. കാരണം എനിക്ക് വേഗം അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോർമൽ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൂട്ടർ ഇല്ലെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് അടിച്ചെടുക്കുക. നമ്മൾ ഒരു സൈഡ് സിബ്ബ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറച്ച് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. സിബ്ബ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിബ്ബിൻ്റെ ബാക്ക് വശം നമുക്ക് മറച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, അതായത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് അതിനെ ഇതുപോലെ മറച്ച് വെച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇടാം. ഫസ്റ്റ് തവണയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ആ ഒരു സിബിനെ ഇതുപോലെ ഒന്ന് മറച്ച് വയ്ക്കുക. അതേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു നല്ല ക്ലോത്തിൻ്റെ ഭാഗത്ത് കൂടെ സിബുമ്മ ടച്ച് ചെയ്യാണ്ട് നല്ല ഭാഗത്ത് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ തന്നെ പ്രസ്സായിട്ടിരിക്കുക. അപ്പോൾ അടിഭാഗം വരുന്നത്
നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് മറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ അടുത്ത സിബ് അടിക്കുമ്പോൾ അത് കറക്റ്റാക്കി തരാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സിബ് ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ മറച്ച് വെച്ച് കൊടുക്കുക. സിബിനെ നമ്മൾ നല്ല അപ്പുറത്തെ സൈഡിലെ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ സൈഡും നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് വരണം. കാരണം നമ്മളിനി ഇത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററായിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് അടിച്ചെടുക്കുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ രണ്ട് സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറച്ചു വെച്ച് അടിക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് മറച്ചടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ആ തയ്ച്ച ഭാഗം ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മറച്ചു വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച പോലെ തന്നെ നല്ല ഭാഗത്ത് കൂടെ ഒരു അടിപ്പടിച്ച് കൊടുക്കുക. അപ്പോഴാണ് സിബ് അവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇതുപോലെ ഒന്ന് ഒറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസിൻ്റെയും ഒക്കെ മേക്കിംഗ് വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് തരുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെ വീഡിയോസ് എടുത്തതിൽ കുറേ അപാകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം റെഡിയാക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ രണ്ട് സൈഡും സിബൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൈയോടെ തന്നെ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ വീണ്ടും സിബൊന്ന് അടയ്ക്കുന്നുണ്ട്, ഫുള്ളായിട്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ രണ്ട് സൈഡും ഒരേപോലെ ആക്കുക. ഇനി നമ്മുടെ സെൻറ്റർ വരുന്നത് സിബിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ സെൻറ്ററും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നൊരു നോച്ചിട്ട് കൊടുക്കുക അവിടെ കട്ട് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് വരണം. സിബിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ അതായത് ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം തയ്ച്ചെടുക്കുമ്പോൾ എളുപ്പത്തിനായിട്ട്, ഇല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. പക്ഷേ രണ്ടാമത്തെ സൈഡ് അടിക്കുമ്പോൾ നമ്മൾ സിബ് ഉള്ളിലേക്ക് തുറന്ന് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡ് അടിച്ചു കൊടുക്കാം. അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് സെൻറ്ററും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ച് അടിക്കുക. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് അടിക്കുമ്പോൾ നമ്മളിതുപോലെ നമ്മുടെ സിബിനെ ഒന്ന് ഉള്ളിലേക്ക് തുറന്ന് വയ്ക്കുക. സിബിൻ്റെ ആ ഒരു കൊളുത്ത് നമ്മൾ ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക. അതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ സിബ് പുറത്തായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. അതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ തുറന്ന് വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം, അത് സിബ് ഇങ്ങനെ മലന്ന് പോകരുത്. കറക്റ്റ് സെൻറ്ററിൽ നമ്മുടെ ക്ലോത്തിൻ്റെ സെൻറ്ററും വരുന്ന രീതിയിൽ തന്നെ അടിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം അടിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം സിബ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അവിടെ സെൻറ്റർ മാറിപ്പോകാതെ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് ഈ ഒരു സൈഡും കൂടിയും അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസുള്ള സിബൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി വള്ളി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്താണ് വള്ളി വെച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ വെക്കാം, ഓപ്പൺ ചെയ്യാതെ നമ്മൾ അടിച്ച ഭാഗത്തായാലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്ററിലായിട്ട് നമ്മുടെ സിബിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വള്ളി ഉള്ളിൽ നിന്ന് വെച്ച് കൊടുക്കുക. നല്ല പുറത്തുനിന്ന് അതിനെങ്ങനെ മടക്കിയിട്ട് ഉള്ളിൽ നിന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക അടിക്കുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ സ്ഥലത്താണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുക. സിബിൻ്റെ സ്ഥലത്ത് ആ സെൻറ്ററിലായിട്ടാണ് വള്ളി വയ്ക്കുക. അതാണ് ഞാൻ വിട്ടുപോയത്. വള്ളി ഇല്ലാതെ നമുക്ക് പൗച്ച് തയ്ച്ചെടുക്കാം, എങ്കിലും വള്ളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾക്കൊരു ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ ആ ഒരു സെൻറ്ററിലാണ് വള്ളി ഉള്ളിൽ നിന്നാണ് വെച്ച് കൊടുക്കുക, പുറത്തുനിന്നല്ല ഉള്ളിൽ നിന്നാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വള്ളി വെച്ചിട്ടുള്ളത് തയ്ച്ച് കാണിച്ച് തരാം. പിന്നെ നമ്മൾ ബാലൻസുള്ള സിബൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. 4 പോർഷനിൽ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്ന് കണ്ടോ, താഴേന്ന് ഇങ്ങനെ 1 ഇഞ്ച്, അതുപോലെ മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതുപോലെ മുകളിലേക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ 1 ഇഞ്ചാണ് നമ്മൾ താഴത്തേക്കും അതുപോലെ സൈഡിലേക്കും അടയാളപ്പെടുത്തേണ്ടത്. അതിതുപോലെ എന്നിട്ടൊന്ന് ബോക്സ് ആക്കി കൊടുക്കുക. അത് 4 സൈഡിലും നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തണം. അപ്പോൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്താൻ, അത് വിട്ടുപോകരുത്. അതിതുപോലെ ബോക്സ് ആക്കി കൊടുക്കുക. കറക്റ്റ് എല്ലാ സൈഡും ഒരേപോലെ വരണം, ഇല്ലെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ആ ഒരു തയ്ച്ച് കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുക. ഇനി നമുക്ക് 4 സൈഡിൽ ഇതുപോലെ സൈഡിലേക്ക് മുകളിലേക്കും ഓരോ ഇഞ്ച് വിട്ടിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. ഇനി ആ ബോക്സ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സിബ് വയ്ക്കുന്നതും പിന്നെ ഈ ഒരു ബോക്സ് വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പൗച്ച് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മാർക്കിങ് മാത്രം തെറ്റാതിരിക്കുക. അതുപോലെ സിബും കറക്റ്റ് സെൻറ്ററിലായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൗച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് 4 സൈഡും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വരച്ച ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. അതുപോലെ നമ്മൾ ആ വരച്ചതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ആ ഒരു സ്ക്വയർ പോലെ നമ്മൾ വരച്ചത് ഒന്ന് കട്ട് ചെയ്ത്
ചെയ്ത് കൊടുക്കുക. 4 സൈഡും കട്ട് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനാണ് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ പറയുന്നത്. കട്ട് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും കറക്റ്റായിരിക്കണം. അപ്പോൾ അത് 2 സൈഡ് കട്ട് ചെയ്തു. ഇതുപോലെ നമുക്കത് അപ്പുറത്തെ 2 സൈഡും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തിന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ സൈഡ് ഭാഗം, അവിടേക്ക് ഇതുപോലെ അങ്ങനെ മടക്കി പിടിക്കുക. അത് കറക്റ്റ് ആവണം. ഉള്ളിലെ ക്ലോത്തും എല്ലാം ഒരേ ലെവലിലാക്കിയിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം മടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. അതിനതാ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു 2 അടിപ്പ് അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വിട്ടു പോകുന്നുള്ള പേടി വേണ്ട. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ എടുത്തതിൽ ചെറിയ ചെറിയ അപാകതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ. ഞാൻ അടുത്ത വീഡിയോ അത് റെഡിയാക്കിയിട്ട് ഇട്ടാം. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ആ ഒരു പോർഷനും കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 4 സൈഡും ഇതേ രീതിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉള്ളിൽ ക്ലോത്തൊന്നും മാറിപ്പോകരുത്. കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ 4 ഭാഗം നമുക്ക് ഈ ഒരു ഷേപ്പിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിലെ തുണിയൊക്കെ നല്ല പോലെ നമ്മൾ ലെവൽ ചെയ്ത് വെച്ചിട്ട് തന്നെ അടിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന സമയത്താണ് അവിടെ വലിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ അടിക്കുക. അപ്പോൾ അത് 4 സൈഡ് നമ്മുടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിബ് തുറന്ന് ഇതിനൊന്ന് നല്ല പുറത്തേക്ക് മറിച്ചിടാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൗച്ചിൻ്റെ പണി. പിന്നെ നമുക്ക് സിബ് തുറന്ന് നോക്കാം നമ്മുടെ പൗച്ച് എങ്ങനെയാണ് കിട്ടിയിരിക്കണേന്നുള്ളത്. അപ്പോൾ ഇതാ സിബ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൂലകളൊക്കെ കറക്റ്റായിട്ട് തന്നെ പുറത്തേക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതുപോലെ വേണമെങ്കിൽ സൈഡൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു കോർണറുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. എല്ലാ കോർണറും നമ്മൾ ഇതുപോലെ ലെവലാക്കിയതിന് ശേഷം നമുക്കതിനെ മറിച്ചിടാം. അപ്പോൾ നമുക്കത് കറക്റ്റ് നമ്മുടെ ആ ഒരു പൗച്ച് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻവാസും കൂടി വെച്ചപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് ചെയ്യാം. നല്ല കട്ടിയൊക്കെയുള്ള തുണിയാണെങ്കിൽ ക്യാൻവാസ് ഇല്ലാതെയും ചെയ്യാം. പക്ഷേ ക്യാൻവാസ് ഉണ്ടെങ്കിലാണ് ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ വരുമാനമൊക്കെ കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ട നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്റ്റിച്ചിങ് അറിയണം എന്നൊന്നുമില്ല. ഇനി ഒട്ടും സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് പെൻസിലിട്ട് നോക്കാം. പെൻസിലിടുമ്പോൾ കറക്റ്റ് നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.